الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله وعباد الله قال الله تعالى في القرآن الكريم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا قولوا قولا سديدا يصلح لكم أعمالكم വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ പേജാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നലെ വരെയുള്ള 20 പേജുകൾ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അതിന്റെ ഒരു മൊത്തം റിവ്യൂ എടുക്കുകയാണെങ്കിൽ ഈ അവസാനത്തേക്ക് വന്നപ്പോൾ 19, 20, 16 മുതൽ ഇങ്ങോട്ടുള്ള പേജുകളിലൊക്കെ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരെയും പറ്റി വളരെ ശക്തമായ അള്ളാഹുമായി ഒരു അവരുമായിട്ട് ഡിബേറ്റ് തന്നെ നടത്തുകയാണ്. അവരുമായിട്ട് ഡിബേറ്റ് നടത്താൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളും ജൂതന്മാരും അവർ ചെയ്ത കർമ്മങ്ങളെ പറ്റി ഇങ്ങനെ അടിക്കടി അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ തൊട്ടുമുമ്പ് മൂസ അലൈഹി സ്വലാം ഇസ്രായേൽ സമൂഹത്തിന് ചെയ്തു കൊടുത്ത നന്മകളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ നന്ദികേട് കാണിച്ചതിനെ പറ്റി പറഞ്ഞു. ഇപ്പോ അതാ ഈ പേജിൽ വീണ്ടും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ക്രിസ്ത്യാനികൾ ജൂതന്മാരുമായിട്ട് സംസാരിച്ചെങ്കിലും അതേ ഡിബേറ്റ് തന്നെ പിന്നെയും തുടരുകയാണ്. ഇങ്ങനെ നിരന്തരമായി അടിക്കടി കാരണം അള്ളാഹു അത്രക്കും ഇവരെ വിഷയത്തിൽ കോപിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും വിഷയത്തിൽ വളരെ വളരെ കോപസ്വരത്തിലാണ് അവരോട് ഓരോ കാര്യങ്ങൾ പറയാണ്. അപ്പോൾ ഈ പേജ് നമ്മൾ നോക്കാം. وقالوا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا كونوا هودا أو نصارى تهتدوا അവിടെ ഖാലു കൂനു അവർ പറയാണ്, ഒന്നുകിൽ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിസത്തിലേക്ക് നിങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ ജൂതനാകാതെ നിങ്ങൾ ആരും സന്മാർഗത്തിലാകൂല എന്ന് പറയാണ്. സ്ട്രൈറ്റ് പാത്തിലേക്ക് വരണ നിങ്ങൾ ഒന്നേ ക്രിസ്ത്യാനി ആവണം, അല്ലെ ജൂതനാകണം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അവരോട് പറയാ അവരോട് പറഞ്ഞേക്കുക ബൽ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഞങ്ങളൊക്കെ മില്ലത്ത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ വഴിയിലാണ്. അപ്പൊ അവര് പറയാം ഞങ്ങളും ഇബ്രാഹിം നബിയുടെ അബ്രഹാം ഞങ്ങളുടെ നബിയാണ്, ഞങ്ങൾ അവരുടെ ഫോളോവർ എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ ഹനീഫനായ ഇബ്രാഹിം, പിന്നെ ആ കീഴ്വഴങ്ങിയ ഹനീഫ് എന്നുള്ള ഈ അറബ് വാക്കുകൾക്കൊക്കെ മലയാളം വെക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ബുദ്ധിമുട്ട് വേറില്ല. മലയാളം വെക്കാൻ കഴിയില്ല. ചില പദങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ റബ്ബിന് എന്ത് മലയാളം വെക്കും നമ്മൾ? ഹനീഫൻ അത്രയും കീഴ്വഴക്കമുള്ള, അള്ളാഹു പറഞ്ഞതിനെ പൂർണ്ണ മനസ്സാ വാചാ കർമ്മണ സ്വീകരിക്കുന്ന ഹനീഫനായ കീഴൊതുങ്ങി ജീവിച്ച ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പാത, ആ മില്ലത്തിലാണ് ഞങ്ങൾ എന്ന് പറയാ. അതാണ് സന്മാർഗം. ഒമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഇബ്രാഹിം അലൈഹി സ്വലാം ഷിർക്ക് ചെയ്തിരുന്നില്ല. അപ്പൊ ഷിർക്ക് എന്താന്ന് ഇൻഷാ അള്ളാ ഇന്ന് ഇവിടെ കുറച്ച് സമയം നമുക്ക് ചർച്ച ചെയ്യണം ക്ലാസ് കഴിഞ്ഞിട്ട്. ഷിർക്ക് എന്താണ്? ഷിർക്ക് മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീനിൽ പെട്ട. നമ്മുടെ വജ്ജഹത്തു ഒക്കെ ചൊല്ലുമ്പോൾ നമ്മൾ പറയില്ല വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള് ഹനീഫൻ, ഈ വാക്കാണത്, ഹനീഫൻ മുസ്ലിമൻ. അപ്പൊ ഹനീഫൻ ആയിക്കൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഹനീഫനായ മുസ്ലിമാണ്, ഹനീഫൻ മുസ്ലിമൻ. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞങ്ങൾ മുശ്രിക്കുകളിൽ പെട്ട ആളല്ല ഞാൻ, അല്ലെ? വമാ അന എന്ന് പറഞ്ഞ ഞാൻ മുശ്രിക്കല്ല റബ്ബേ എന്ന് 5 നേരം നമ്മൾ അള്ളഹാനോട് പറയാം. അപ്പൊ ഷിർക്ക് എന്താന്ന് കൃത്യമായി മനസ്സിലാകണം. തൗഹീദ് എന്താന്ന് മനസ്സിലായാൽ മതി, ഷിർക്ക് എന്താന്ന് മനസ്സിലാവും. വളരെ സിമ്പിൾ ആണ്, അല്ലെ? അപ്പോ ഇൻഷാ അല്ലാഹ് അത് നമുക്കൊന്ന് ചർച്ച ചെയ്യണം. ചർച്ചയുടെ സമയത്ത് നമ്മളത് ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് പറയാണ്, തീർന്നിട്ടില്ല. ക്രിസ്ത്യാനികളോട് പറയണം, കൂലു, അവരോട് പറഞ്ഞു കൊടുക്കണം. ക്രിസ്ത്യാനികളോട് സംസാരിക്കാൻ തന്നെ പറയണം, ജൂതന്മാരോട് സംസാരിക്കണം, കാഫിര്യങ്ങളോടും പറയണം. ഖൂലൂ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹ്, അല്ലാഹുവിൽ, വമാ ഉൻസില ഇലൈനാ, അവൻ അവതരിപ്പിച്ചതിൽ, വമാ ഉൻസില ഇലാ ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്ത്, ആ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാഖൂബ് അലൈഹിസ്സലാം,
ഇസ്സലാത്തു വസ്സലാം അവർക്കൊക്കെ അവതരിച്ചതിൽ വേദഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. തൗറാത്തില്, ഇഞ്ചീലില്, സബൂറില് ഇതൊക്കെ ഞങ്ങളുടെ വേദഗ്രന്ഥമാണ്, ഞങ്ങളുടെ പ്രവാചകനാണ് എന്ന് അവരോട് പറഞ്ഞേക്കണം. വമാ ഊതിയ മൂസ വഈസ വമാ ഊതിയൻ നബിയ്യൂൻ. എല്ലാ അമ്പിയാക്കളും എല്ലാ നബിമാരിലും മൂസയിലും ഈസയിലും അവർക്ക് അവതരിച്ചതിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. റബ്ബിഹിം മാത്രമല്ല, റബ്ബിൽ നിന്ന് അവതരിച്ച ആ വേദങ്ങളിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും. ആമന റസൂലിനും ഇതേ വാക്ക് പറയുന്നുണ്ട്. അമ്പിയാക്കൾ പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കൂല എന്ന്. ഏതെങ്കിലും ഒരു നബി ടോപ്പാണ്, മറ്റേ നബി കീഴിയാണ്, അങ്ങനെയൊന്നുമില്ല. അള്ളാന്റെ എല്ലാ നബിമാരും ഈക്വൽ ആണ്, സമാനരാണ്. ആർക്കും ഒരു പ്രത്യേകമായ മഹത്വം നമ്മൾ കൽപ്പിക്കാൻ പാടില്ല. അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, അത് അള്ളാഹുവിന്റെ റൈറ്റ് ആണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും. അവർ തമ്മിൽ വിവേചനം നമുക്ക് പാടില്ല. ഈസാ നബി നമ്മുടെ നബിയാണ്, ആദം അലൈഹിസ്സലാം നമ്മുടെ നബിയാണ്, മൂസാ നബിയും ഈസാ നബിയും ഇബ്രാഹിമും ഇസ്ഹാഖും ഇസ്മായിലും എല്ലാവരും നമ്മുടെ ഒരേ ഒരു വിവേചനവും ഇല്ലാതെ എല്ലാവരും ഈക്വൽ ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. വനഹ്നു ലഹു മുസ്ലിമൂൻ. ഞങ്ങള് അള്ളാഹുൽ വിശ്വസിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുക. എന്നിട്ട് അള്ളാഹു പറയാണ്, فإن آمنوا بمثل ما آمنتم به فقد اهتدوا. അവിടെ നമ്മള് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇപ്പൊ എല്ലാവരും അള്ളാഹ്ക്കടെ വിശ്വാസികളാക്കിയാൽ പോരെന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ചില കോമൺ സെൻസ് എന്ന് വരുന്ന ഒരു ചോദ്യമാണത്. കോമൺ സെൻസിലെ ആളുകളൊക്കെ ചോദിക്കുന്ന ചോദ്യം. ഫൈൻ ആമനു, ലോകത്ത് എല്ലാവരും അള്ളാഹുവിനെ മുസ്ലിം ആക്കിയാൽ പോരായിരുന്നു, എല്ലാവർക്കും ഹിദായത്ത് കൊടുത്താൽ നമുക്ക്. അപ്പൊ ഇവിടെ പറയുന്നത് ഹിദായത്ത് കിട്ടണമെങ്കിൽ ഇവിടെ ആ വാക്ക് ശ്രദ്ധിക്കണം. ഫഇൻ ആമനു ബിമിസ്ലിമ ആമൻ. നിങ്ങൾ വിശ്വസിച്ച പോലെ അവർക്കും വിശ്വസിക്കാമായിരുന്നു, പക്ഷെ അവർ വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ വിശ്വസിച്ച പോലെ അവർ വിശ്വസിച്ചിട്ടില്ല. വിശ്വാസമാണ് പ്രധാനം. വിശ്വാസമുണ്ടെങ്കിലേ ഫഖദ് ഇഹ്തദൗ, അവർക്ക് ഹിദായത്ത് അള്ളാഹ് കൊടുക്കുള്ളൂ. അപ്പം കൽബില് അള്ളാഹുവെ പറ്റിയും ദിവസത്തെ പറ്റിയും ഹിസാബിനെ പറ്റിയും ബർസഖ ജീവിതത്തെ പറ്റിയും മീസാനെ പറ്റിയും ഹൗദുൽ കൗസറിനെ പറ്റിയും സ്വർഗത്തിനെ പറ്റിയും നരകത്തിനെ പറ്റിയും മഅറാഫിനെ പറ്റിയും ഈ സകലമാന മലക്കുകളെ പറ്റിയും വിധിവിശ്വാസവും ഈമാനും ഇഹ്സാനും ഇതെല്ലാ കാര്യത്തിലുമുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ ഫഖദ് ഇഹ്തദൗ, അള്ളാഹു സന്മാർഗം കാണിച്ചു തരുള്ളൂ. അവർക്കാവട്ടെ ആർക്കാകട്ടെ. അത് ക്രിസ്ത്യാനിസം ആവട്ടെ, ഹിന്ദുയിസം ആവട്ടെ, ജൈനനാവട്ടെ, ലോകത്ത് ഏത് ഭാഷക്കാരനാവട്ടെ, ലോകത്ത് ഏത് ദേശത്ത് താമസിക്കുന്നവരാകട്ടെ, വിശ്വാസം വളരെ പ്രധാനമാണ്. വിശ്വാസം ഉണ്ടെങ്കിലേ അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുള്ളൂ. ആ ഹിദായത്ത് ആഗ്രഹിക്കുന്നവർക്കാണ് അള്ളാഹു കൊടുക്കുള്ളൂ. അപ്പൊ ഇൻ ചവല്ലു, അവരെന്താ ചെയ്തെന്ന് വെച്ചാല് അവർ പിന്മാറിയതാണ്. അവര് ഇന്നമാഹും, അവരവരുടെ മത്സരത്തിലാണ്, ദുനിയാവ് നേടാനുള്ള അവരുടെ മത്സരത്തിൽ അവർ ആ ഒരു കിടമത്സരത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അള്ളാഹു അവരെ അതിൽ നിന്ന് നമ്മളെ കാക്കാൻ അള്ളാഹു തന്നെ ധാരാളമാണ്. വഹുവ സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനാണ്. നമ്മളോട് പറഞ്ഞ ഡ്യൂട്ടിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് ക്രിസ്ത്യാനികളോട് പറയേണ്ട ഡയലോഗാണ്. ഈ സകലമാന മുൻകഴിഞ്ഞു പോയ എല്ലാ അംബിയാ മുർസലുകളും അവർക്ക് അവതരിച്ച വേദഗ്രന്ഥങ്ങളിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, അതാണ് ശരിയായ പാത. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഹിദായത്തും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളോട് അള്ളാഹു പറയാണ്, സിബ്ഗത്തല്ലാഹ്, അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കും. കളർ, അള്ളാഹിന് കളർ ഉണ്ടോ? വമൻ അഹ്സനു മിനല്ലാഹി സിബ്അ. അതിന്റെ ആ അള്ളാന്റെ കളറിനേക്കാൾ നല്ല കളർ ഏതാണ്? വർണ്ണം. ഈ വർണ്ണം, കളർ എന്നൊക്കെ പറഞ്ഞാല് അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല. അള്ളാന്റെ കളർ നമ്മളെങ്ങനെ അള്ളാന്റെ കളർ ആവുക? നമ്മൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ഏതെങ്കിലും ഒരു 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 സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാള് ഒരു ഷേപ്പിൽ മുടി വെട്ടി. ഇപ്പം ഫുട്ബോൾ താരങ്ങളും സിനിമാ താരങ്ങളും ഒക്കെ അവരുടെ ഹെയർ സ്റ്റൈലും അവരുടെ ഡ്രസ് കോഡും ഒക്കെ അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് പലരും ഫോളോ ചെയ്യില്ല. അതുപോലെ ഇടാൻ ശ്രദ്ധിക്കൂലേ? അതുപോലെ കളർ ഇടുക. അപ്പം അള്ളാന്റെ കളർ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്മാഹുൽ ഹുസ്ന സിഫാത്തിലെ അള്ളാഹുവിന്റെ സിഫാത്തുകളെ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ അതുപോലെ നമ്മൾ ഏറ്റെടുക്കുക. അപ്പൊ ഒരു ഉദാഹരണമായിട്ട് അഫൂവ ചെയ്യുക. അള്ളാഹു അഫുവ ചെയ്യുന്നതാണ്, എല്ലാ അഫുവയും. അള്ളാഹു ഗഫാറാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. ഈ 99 അള്ളാഹുവിന്റെ സിഫത്തുകൾ ഉണ്ടല്ലോ, ഈ അസ്മാഉൽ ഹുസ്ന ഉണ്ടല്ലോ, ഈ അസ്മാഉൽ ഹുസ്നയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പതിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. സിബഗത്ത് അള്ളാഹ്, അള്ളാഹിന്റെ വർണ്ണം സ്വീകരിക്കുക പറഞ്ഞാൽ നമ്മൾ ആ കാരുണ്യമുള്ള ആളാവുക. നമ്മൾ നമുക്ക് ദേഷ്യം വരും, നമ്മൾ ദേഷ്യം നിയന്ത്രിച്ചേ പറ്റൂ. നമുക്ക് ആളുകൾ നമ്മളോട് പല ആവശ്യമില്ലാത്ത അനാവശ്യമായ പല കാര്യങ്ങളും ചെയ്യും. നമ്മൾ അള്ളാഹുവിന് അതെന്ത് ചെയ്യും? അള്ളാഹുവിന്റെ ആ ഒരു ഗുണത്തിനെ മുൻനിർത്തി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഫൂ ചെയ്യണം. ഇപ്പൊ അനിയന് നമ്മളുമായിട്ട് ശല്യം ചെയ്യാൻ വന്നു, അല്ലെങ്കിൽ അയൽവാസി ശല്യം ചെയ്യാൻ വന്നു, വേറൊരു സുഹൃത്ത് നമ്മളെ ശല്യം ചെയ്യാൻ വന്നു. നമ്മളെ ശല്യം ചെയ്യാൻ വരുന്ന, അല്ല നമ്മളെ പ്രയാസപ്പെടുന്നവർക്ക് അഫൂ ചെയ്യുക, സാരില്ലേ പോട്ടെ എന്ന് വെക്കാൻ നമുക്ക് സാധിച്ചാൽ അത് അള്ളാഹിന്റെ ഗുണമാണ്. അള്ളാഹിന്റെ ആ ഗുണത്തെ നമ്മൾ നമ്മിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്
ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പറഞ്ഞു തരണം, കേൾക്കുന്നവർ പറഞ്ഞു തരണം എന്താണ് ഈ സിബഗത്ത് അല്ലാഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. വ നഹ്നു ലഹു ആബിദൂൻ, പറഞ്ഞേക്ക് അവരോട് ഞങ്ങൾ ആബിദീങ്ങളാണ്, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഖുൽ അതുഹാജുനാനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും, ഞങ്ങളെ റബ്ബ് നിങ്ങളെ റബ്ബ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹിന്റെ വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കുകയാണോ? വലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, വലനാ അഅമാലുന, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങളുണ്ട്, വലക്കും അഅമാലുക്കും, നിങ്ങൾക്ക് നിങ്ങൾ ലക്കും ദീനുക്കും വലിയ ദീൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങൾക്കുള്ളത്, ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ. വ നഹ്നു ലഹു മുഖ്ലിസ്, ഞങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങൾ നിങ്ങളെ വഴിയിൽ പോയിക്കോളൂ, ടാറ്റ ബൈ എന്നൊരു ഒരു വർത്താനാണ് അല്ലെ അവരോട്, അല്ലെ നിങ്ങളെ വഴിക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് നിങ്ങളത് കിട്ടും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കിട്ടും, ഡീൽ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാണ് അം തഖൂലൂന ഇന്ന ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്ത് കാനൂ ഹൂദൻ ഔ നസാറ ഖുൽ അഅൻതും അഅലമു അമില്ലാ, അള്ളാഹിനേക്കാളും കൂടുതൽ നിങ്ങൾക്കാണോ അറിയുന്നത് ഈ വിഷയത്തിലൊക്കെ. ഇവര് പറയുന്നത് ഈ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്ഹാഖും യാക്കൂബും ഇവരൊക്കെ ജൂതന്മാരാണ്. ഈ വലിയ മഹാന്മാർ ഇന്ത്യയിലും ഉണ്ട് ഒരു പ്രവണത. ഇന്ത്യയിലും ഇപ്പോൾ ഉള്ള പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇന്ത്യയിലുള്ള, ഉദാഹരണമായിട്ട് ഇപ്പൊ ഗാന്ധിയെ എല്ലാവരും ഓല ആളാന്ന് പറയും, ഗാന്ധിജി ഞങ്ങളുടെ ആളാന്ന് പറയും. ഇന്ത്യയിൽ അറിയപ്പെടുകയും മഹത്വമുള്ള ആളുകൾ ആരൊക്കെ വരുന്നുണ്ടോ അവരൊക്കെ അവരുടെ രാഷ്ട്രീയ പോസ്റ്ററുകളിലൊക്കെ വരും. കാരണം എന്താ, ആ മഹത്തുക്കളൊക്കെ ഞങ്ങളെ ആളാന്ന് അവർ പറയും. അതുപോലെ ക്രിസ്ത്യാനികൾ പറയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, യാക്കൂബ് ഇവരൊക്കെ ഞങ്ങളുടെ ആൾക്കാരാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരോട് അള്ളാഹ് ചോദിക്കുകയാണ് ഖുൽ അഅൻതും അഅലമു അമില്ല, അള്ളാഹിനേക്കാളും കൂടുതൽ നിങ്ങൾക്കാണ് ഈ വിഷയത്തിൽ അറിവുള്ളത്? നിങ്ങൾ ഒമൻ അദ്ലമു മിമ്മൻ കതമ, ഇവിടെ വിഷയം ഇതാണ്. നിങ്ങൾ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങളുടെ ഷഹാദത്തിനെ, നിങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ വഴിതെറ്റിപ്പോയി എന്നുള്ളതാണ്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാം എന്നുള്ളതാണ്, പരലോകത്ത് വെച്ച് കാണാം എന്നുള്ളതിന്റെ ഒരു ധ്വനിയിലാണ് ഇതൊക്കെ അവസാനിക്കുന്നത് അല്ലെ. അള്ളാഹു എന്തുമാത്രം അവരുമായിട്ട് സംവാദം നടത്തുന്നത്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്, നോക്കൂ നിങ്ങൾ ഈ പേജിന്റെ തൊട്ട് മുമ്പത്തെ പേജിലെ അവസാനത്തെ ആയത്ത്, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഇതേ ആയത്ത് സെയിം ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇന്നലെയും പറഞ്ഞത് ക്രിസ്ത്യാനികളുമായിട്ട് ജൂതന്മാരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും അതങ്ങനെ പറഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇസ്മായിൽ ഇതന്നെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ അതേ വാക്ക്, അതേ പദം അള്ളാഹു ഇവിടെ ഉപയോഗിക്കുകയാണ്. തിൽക ഉമ്മത്തും കഥവല, അത് കഴിഞ്ഞു പോയ സമുദായത്തിന്റെ കാര്യങ്ങളാണ് നമ്മളോട് പറയാണ്. ഞാനും നിങ്ങളും കേട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. തിൽക ഉമ്മത്തും ഖദ് ഖലത്, അത് കഴിഞ്ഞു പോയ ഒരു ടീം, ഒരു സമൂഹം, ജനസമൂഹം, ഒരു ടീം, അവരുടെ വിഷയം പോട്ടെ. ലഹാ മാ കസബത്ത്, അവർക്ക് ഉണ്ട് എന്ത്, അവര് സമ്പാദിച്ചത് അവർക്ക് കിട്ടും. വലക്കും മാ കസബ്, നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്തോളുക, അവരുടേത് നോക്കിയിട്ട് നമ്മൾ നിൽക്കണ്ട. അവരുടെ അതിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ, ടീച്ചിങ്സ്, നമുക്ക് കിട്ടേണ്ട കുറെ കാര്യങ്ങൾ അത് നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ നമ്മുടെ മേഖലകളിൽ നമ്മൾ വർക്ക് ചെയ്യാം. വലാ തുസ്അലൂന, ഒരു കാര്യം കൂടെ അള്ളാഹ് പറഞ്ഞ അവസാനം, വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവര് ചെയ്തതിന്റെ കാര്യം നിങ്ങളോട് ആരും ചോദിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ സിബഗത്ത് അല്ലാഹ് എന്ന ഡ്യൂട്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹ്. അള്ളാഹുവേ, ഏറ്റവും നല്ല യഥാർത്ഥ ഈമാൻ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ സത്യവിശ്വാസിയായി, മുഅ്മിനായി, മുസ്ലിമായി, ഈ പറഞ്ഞ മുഖലിസായി, മുസ്ലിമായി, അള്ളാഹുവെ മഹ്സിനായി ജീവിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് ചെയ്യണേ. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ, ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ, ഇസ്ഹാഖിന്റെ, യാക്കൂബിന്റെ ഈ അംബിയ മുർസലുകളുടെ ഈ പാരമ്പര്യത്തിൽ, ഈ ഒരു പരമ്പരയിൽ, ആ ഒരു വഴിയിൽ അള്ളാഹുവെ യഥാർത്ഥ ഹിദായത്തിൽ ഞങ്ങളെ ജീവിപ്പിച്ച് മരണം ആ അങ്ങനെ തന്നെ മുഅ്മിനായി മരണപ്പെടാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ല. അള്ളാഹുവെ അറിവ് നൽകണേ അല്ല. ചരിത്രത്തെ പറ്റി, വിശുദ്ധ ഖുർആനെ പറ്റി എല്ലാം കാഴ്ചപ്പാടോടെ, യഥാർത്ഥ ശരിയായ കാഴ്ചപ്പാടോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകാരപ്പെടുന്ന അറിവ് നൽകി അനുഗ്രഹിക്കണേ അല്ല. അള്ളാഹുവെ, ദുനിയാവില് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ദീനിയായ ദീനിയായ മാർഗത്തിൽ ഞങ്ങളുടെ കണ്ണും ഞങ്ങളുടെ കാതും ഞങ്ങളുടെ സംസാരവും ഞങ്ങളുടെ ആരോഗ്യവും ഒക്കെ നാളേക്ക് സമ്പാദിക്കാൻ, ഈ പറഞ്ഞ അവസാനമായിട്ട് പറഞ്ഞ ലഹാമാ കസബത്ത്, അവർക്കുള്ളത് അവർക്ക് അവര് സമ്പാദിച്ചത് അവർക്കുള്ളതാണ്. വലക്കും മാക്കസ്, നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചതേ ഉണ്ടാവുള്ളൂ എന്ന്. അള്ളാഹുവെ, സമ്പാദിക്കാൻ കഴിയണം. അല്ല ദുനിയാവിലേക്ക് ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും അള്ളാഹുവെ, ഫക്കീറായിട്ട് ഒന്നും ഇല്ലാത്തവനായി ജീവിച്ച് ഒന്നും ഇല്ലാത്തവനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്രയ്ക്ക് ശേഷം ചെയ്ത ഒരു ദുആ ഉണ്ട്. ഈ അവസരത്തിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
മിഅ്റാജ് യാത്രയ്ക്ക് ശേഷം ചെയ്ത ഒരു ദുആ. മിഅ്റാജ് യാത്രയ്ക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദുആ ചെയ്തിരുന്നതായിട്ട് ആരും കേട്ടിട്ടില്ല. പക്ഷെ അതിന് ശേഷം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലളിത ജീവിതം നയിച്ച വ്യക്തിയാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 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 ധൂർത്ത് ആയ അല്ലെങ്കിൽ അത് ഒരു കുറച്ചൊക്കെ സുഖിക്കാന്നുള്ള ഒരു ജീവിതമൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്നില്ല. വളരെ പ്രയാസത്തിലായിരുന്നു ജീവിതം മുഴുവനും. അങ്ങനെ തന്നെയായിരുന്നു. പ്രയാസത്തിൽ തന്നെയാണ് ജീവിച്ചതും മരണപ്പെട്ടതും. ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും മാതാപിതാക്കളെല്ലാം യതീമായി ജനിച്ചു. വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും സുഖിച്ചിട്ടില്ല ദുനിയാവില്. പക്ഷേ ആ അതിന്റെ ഇടയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രത്യേകമായ ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ അമിത്ന ഒന്ന് ഷഹീദാക്കണേ എന്നുള്ള ദുആയും അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ ഇന്നൽ ഫുഖറാഅ വൽ മസാകീൻ ഫക്കീറായിക്കൊണ്ട് ജീവിപ്പിച്ച് ഫക്കീറായിട്ട് മരിപ്പിക്കണേ അല്ലാഹ്. ഇന്നെ ഒരു ദരിദ്രവാസിയാക്കണേന്ന്. അതായത് ഏഹ് സ്വർഗ്ഗത്തിലെ ഇപ്പൊ നമ്മള് സ്വർഗ്ഗവും നരകവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് എല്ലാരും കേട്ടിട്ടുണ്ട്. ഹദീസുകളിലും ഇസ്ലാമിക പഠനങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ ഉണ്ടാവുക? സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ നരകത്തിൽ സ്ത്രീകളാണ്. സ്വർഗ്ഗത്തിൽ പുരുഷന്മാരുമാണ്. എന്ന് വെച്ചാ സ്വർഗ്ഗത്തിൽ സ്ത്രീകളില്ല എന്നല്ല. സ്ത്രീകളുണ്ട് എന്ന് താരതമ്യേന ഇന്നും ലോകത്ത് സ്ത്രീകളാണല്ലോ മെജോറിറ്റി ഉള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണല്ലോ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം. മാത്രമല്ല ലോകത്ത് അതിന് 2 കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ചർച്ചയിലേക്ക് വരുമ്പോ വേണമെങ്കിൽ പറയാം. പക്ഷേ സ്വർഗ്ഗത്തിൽ ഉള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും വളരെയധികം ശ്രദ്ധിക്കണം. ഉള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും ഏറ്റവും കൂടുതലുള്ളത് ഭൂമിയിൽ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പാടിലും പ്രയാസത്തിലും ജീവിച്ചവരായിരുന്നു ഭൂരിപക്ഷം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദാരിദ്ര്യം സുന്നത്തായിട്ട് എടുക്കണം എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ ഇങ്ങനെ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ പരമാവധി ഈ ആർഭാടങ്ങൾ ധൂർത്തടിച്ച് അടിച്ചു പൊളിക്കുക എന്നുള്ളതല്ല. അങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് അത് ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ എന്നാ ഖുർആൻ പറഞ്ഞു. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ. ധൂർത്തടിക്കുക എന്ന് പറഞ്ഞാല് വെറുതെ ആവശ്യമില്ലാതെ വേസ്റ്റ് ചെയ്ത് ഫുഡ് ആവട്ടെ എന്താവട്ടെ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ ധൂർത്താക്കുന്ന ജീവിതം നയിക്കുന്നവർ അവരൊക്കെ പിശാചിന്റെ സന്തതികളാണ് എന്നാണ്. അപ്പൊ ആ വഴിയിൽ പോകാതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വഴിയിൽ നമുക്ക് കുറച്ച് മതി. ഈ ജീവിതം വളരെ ടെമ്പററി ആയ ആവശ്യങ്ങളെ നമുക്കുള്ളൂ. നമ്മൾ പെട്ടെന്ന് പോകേണ്ടതാണ്. ഒരു യാത്രക്ക് വേണ്ടിയുള്ള വലിയൊരു ജേർണി അല്ലെ ഒരു യാത്രക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹുവേ ആ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് യഥാർത്ഥ ഈമാനുള്ള യഥാർത്ഥ മുഅ്മിനായി ജീവിപ്പിച്ച് മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജat. اللهم ربنا أجرنا من النار. اللهم ربنا لا تؤاخذنا إن نسينا واخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به. واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير سيدنا ونبينا وحبيبنا